എട്ടുന്ന ഒരു തട്ടിപ്പിന്റെ കഥയിലേക്കാണ്. ഇനി ഈ തട്ടിപ്പിലെ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, AI തന്നെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. നഷ്ടമായതാവട്ടെ ഒന്നും രണ്ടൊന്നും അല്ല, 207 കോടി രൂപ. ഹോങ്കോങ്ങിലെ ഒരു കമ്പനിയാണ് തട്ടിപ്പിനിരയായത്. തട്ടിപ്പ് നടത്തിയത് അതേ കമ്പനിയുടെ മേലുദ്യോഗസ്ഥരുടെ മുഖങ്ങൾ ഡീപ്പ് ഫേക്ക് ചെയ്തു. അശ്വജിത്ത് ഉണ്ട് നമുക്കിപ്പം. AJ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, എവിടെയായിരുന്നു? 2 ദിവസം അവധിയിലായിരുന്നു. ഓക്കെ. അപ്പോൾ AJ, ഈ AI കാരണം ഇപ്പോൾ ഡീപ്പ് ഫേക്കിൻ്റെ ഒക്കെ സമയമാണ്. നമ്മൾ രശ്മിക മന്ദാനയുടെ ഡീപ്പ് ഫേക്ക് കണ്ടു, അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കർ വന്നു, അതിനൊക്കെ പുറമെ നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം തന്നെ ഈ വാട്സാപ്പിൽ ഡീപ്പ് ഫേക്ക് വഴി വീഡിയോ കോൾ ചെയ്താണ് അദ്ദേഹത്തിൻ്റെ കാശ് പോയത്. അപ്പോൾ ഈ ഡീപ്പ് ഫേക്ക് ഇപ്പോൾ നമുക്കൊരു വലിയൊരു സാമൂഹിക വിപത്തായി കൂടി മാറിയിരിക്കുകയാണല്ലോ AJ. ശരി, തീർച്ചയായിട്ടും ഇതിപ്പോൾ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരാൾ നമ്മളെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ആപ്പിലൂടെ ഒരു വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തി തന്നെ ആണോ, ഇനി മറ്റാരെങ്കിലും ഇതുപോലെ കളിപ്പിക്കാനായി തട്ടിപ്പിന് വിളിക്കുകയാണോ എന്നൊക്കെ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. ഏതായാലും ഈ ഹോങ്കോങ്ങിൽ അത് വലിയൊരു തട്ടിപ്പായി എന്നുള്ളതാണ് അതിലൊരു കൗതുകം. നമ്മൾ ആ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ 207 കോടി രൂപയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു തട്ടിപ്പിന് ഇരയാകുക എന്ന് പറയുന്നത് ഒരു കമ്പനിയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തകർച്ചയിലേക്ക് തന്നെ വഴിവെക്കുന്ന സംഭവം. ഏതായാലും ഈ സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. അത് വളരെ രസകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയിലൊരു മുതിർന്ന ധനകാര്യ ഉദ്യോഗസ്ഥന്, അക്കൗണ്ട്സ് ഒക്കെ സെക്ഷനിലൊക്കെ ജോലി ചെയ്യുന്ന മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഔദ്യോഗിക കോൾ ലഭിക്കുകയാണ്. അതായത് ഈ മീറ്റിംഗ് ആപ്പിലൊരു കോൾ ലഭിക്കുകയാണ്. കമ്പനിയുടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് രാജ്യത്തിനൊക്കെ പുറത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളെ മീറ്റിങ്ങിൽ വിളിക്കുന്നു എന്നൊരു കോൾ ലഭിക്കുകയാണ്. സ്വാഭാവികമായും നമ്മളായാലും ഒരുപക്ഷെ ആ കോളൊക്കെ കണക്ട് ചെയ്യും. ആ കോളിൽ വളരെ കാര്യമായി തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അതിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞ തുക 200 കോടി രൂപയിലേറെ വരുന്ന തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നതാണ് ആ മീറ്റിങ്ങിൻ്റെ ഔദ്യോഗികമായി അവർ കൺക്ലൂഡ് ചെയ്തത്. സ്വാഭാവികമായി ഈ ഉദ്യോഗസ്ഥൻ, ആ പറ്റിക്കപ്പെടലിന് ഇരയായ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ അനുസരിച്ചു. മേലുദ്യോഗസ്ഥരുടെ ആ ഉത്തരവ് അതുപോലെ തന്നെ അനുസരിച്ചു, പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു തട്ടിപ്പാണ് എന്ന് പിടുത്തം കിട്ടിയത്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. കാരണം നമ്മൾ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും, നമ്മളുടെ ഓഫീസ് കാര്യങ്ങളിൽ പോലും നമ്മുടെ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി തട്ടിപ്പ് നടത്താൻ ഇത്തരം സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എല്ലാവരും ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും ഹോങ്കോങ്ങിലെ ഈ സംഭവം വ്യാപകമായി ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് ഇപ്പോൾ പോലീസിന് വ്യക്തമായൊരു സൂചനയൊന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ആ തട്ടിപ്പിനിരായ ഉദ്യോഗസ്ഥന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. കാരണം 1 2 അല്ല, 207 കോടി രൂപയാണ് ആ ഉദ്യോഗസ്ഥന്റെ പിഴവ് കാരണം പോയത്. ഏതായാലും ആ ഉദ്യോഗസ്ഥനെ സഹതപിക്കുക എന്നല്ലാതെ നിലവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ സേതു? അത്രേ ഉള്ളൂ AJ. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ AI വെച്ചിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് AI ഇപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഘട്ടത്തിലും ഇതിന് ഈ ഒരു വശം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു ഡീപ്പ് ഫേക്കിനെതിരെ നടപടിയൊക്കെ ആയിട്ട് ലോകം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയൊക്കെ ഉണ്ടാവട്ടെ, കുറ്റവാളികളെയൊക്കെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരട്ടെ. ശരി AJ.